ഈ പരിചയമുള്ള കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ ചെറിയ ലാഭം കിട്ടുന്നത് പോലെയാണ് ചില ആളുകൾ കുട്ടികൾക്ക് ഹയർ സ്റ്റഡീസിന് അഡ്മിഷൻ എടുക്കുന്നത്. നല്ല കോളേജാണ്, നല്ല ഡയറക്ടറാണ്, പരിചയക്കാരാണ്, അപ്പൊ ചെറിയ ഇളവ് നമുക്ക് ഫീസിൽ കിട്ടും. പിന്നെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ എന്റെ നെയ്ബറാണ്, അവിടെ പഠിപ്പിക്കുന്ന ഒരാള് എന്റെ അമ്മാവന്റെ ഫ്രണ്ടാണ്, തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ചില ആളുകളെങ്കിലും കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാറുണ്ട്. സത്യത്തിൽ ഇതിനാണോ നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്? അവിടെ പഠിപ്പിക്കുന്ന സാധനം നമ്മുടെ കുട്ടിക്ക് പറ്റിയതാണോ? നമ്മുടെ കുട്ടിയുടെ ലെവലുമായിട്ട് അത് മാച്ച് ചെയ്ത് പോവോ? ഇവന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു കോഴ്സിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കേണ്ടേ ആദ്യം തന്നെ. അല്ലാതെ നമ്മൾ അവിടെ കൊണ്ട് ചേർത്തി നമ്മളെ ഈ ചേർത്താൻ പോകുന്ന സമയത്ത് ഈ മേൽപ്പറഞ്ഞ ആളുകളൊക്കെ നമ്മുടെ പരിചയക്കാരും ഫ്രണ്ടും ഒക്കെ പറയും, ആ ഇങ്ങോട്ട് കേട്ടോ, ഒറ്റ പ്രശ്നമില്ല, ഞങ്ങൾ നോക്കിക്കോളാം, എന്ത് തന്നെ സംഭവിച്ചാലും ഞങ്ങളുണ്ട്, ഞങ്ങളുടെ ഒരു കണ്ണുണ്ടാവുന്നത്. അപ്പൊ ചില പാരന്റ്സ് കൺവിൻസ്ഡ് ആവും, ആ പിന്നെ നോക്കാൻ അവിടെ ഒരാളുണ്ടല്ലോ, അതും ഇതുപോലൊരു കാലത്ത് ആരെങ്കിലൊക്കെ നോക്കണ്ടേ. ഇതിന് മാത്രം മുൻതൂക്കം കൊടുത്തുകൊണ്ട് കുട്ടിയുടെ അവിടെ കൊണ്ടുപോയി ചേർത്തും. പഠിച്ചെടുക്കാൻ പറ്റാണ്ടാവുമ്പോൾ കുട്ടിക്ക് എന്ത് പറ്റും? അവര് മെന്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും. പിന്നെ നമ്മൾ മുടക്കിയ നമ്മളുടെ സമയം, നമ്മളുടെ പണം, നമ്മളുടെ ഒരു പീസ് ഓഫ് മൈൻഡ് തന്നെ പോയി കിട്ടും. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മളൊരു അഡ്മിഷൻ എടുക്കുമ്പോൾ നോക്കാം നമ്മുടെ കുട്ടിക്ക് അത് പഠിച്ചെടുക്കാനായിട്ട് പറ്റുമോ, അവരുടെ ഒരു ഇൻട്രസ്റ്റ്, അവരുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ മാച്ച് ചെയ്ത് പോകുന്നതാണോ എന്ന്. ബാക്കിയൊക്കെ അതിന് ശേഷമാണ് തീരുമാനിക്കുക. ഒരു സാധനത്തിലേക്ക് എടുത്ത് ചാടുന്നതിന് മുൻപ് പല വട്ടം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.